ഇന്ത്യയിൽ അത് പ്രശ്നമല്ല. 2015 ഡൽഹി ഹൈക്കോടതിയിൽ മാഗി ബാൻ ചെയ്താണ് ഇന്ത്യയിൽ. അവസാനം അവർ കേസ് നടത്തിയിട്ട് 20 ലക്ഷം രൂപയാണ് അവർക്ക് ഫൈൻ കൊടുത്തത്. 20 ലക്ഷം രൂപ കൊടുത്തിട്ട് മാഗി വീണ്ടും മാർക്കറ്റിലോട്ട് വന്നു പൂർവാധികം ശക്തിയോടെ. അവരെ എംപ്ലോയീസിന്റെ ചായക്കാശ് 20 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അവരുടെ ടേൺ ഓവർ 1000 crores എബോവ് ആണ്. 1800 1900 crores എബോവ് ആണ് അവരുടെ ടേൺ ഓവർ. അതിൽ 20 ലക്ഷം രൂപ എത്ര പെർസെന്റേജ് ഉണ്ട്? അറ്റ് ദ സെയിം ടൈം അതേ കേസ് ഒരു യൂറോപ്യൻ കൺട്രിയിലോ അല്ലെങ്കിൽ വേറൊരു ഫോറിൻ കൺട്രിയിലോ ആണെന്നെങ്കിൽ മാഗി ഇപ്പം വലിയൊരു മാർക്കറ്റ് ഡൗണിലായനെ. അവിടെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഈവൻ അത് സ്വീഡനിലോ അല്ലെങ്കിൽ ഫിൻലാൻഡിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റ് അവിടെ ഇറക്കാൻ പറ്റില്ല. അത് കമ്പനിക്കാർക്കും അറിയാം. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്ലീഡിങ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ രാജ്യത്ത് ആ പ്രൊഡക്റ്റ് അവിടെ വിൽക്കാൻ പറ്റില്ല. അവിടുത്തെ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ അതിൽ റിസ്ക് എടുക്കില്ല. ഇന്ത്യയിൽ അത് പ്രശ്നമല്ല.